ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോറമെൻ്റൽ ഫിഷേഴ്സ് ആണ്. ആൻഡ് ഇത് എഴുതിയിട്ടുള്ളത് സരോജിനി നായിഡു ആണ് കേട്ടോ. ആൻഡ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് മുഴുവനും പോയട്രീസ് ആണ്. പിന്നെന്താ, നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് റൈറ്റേഴ്സിനെ കുറിച്ചൊരു 2-3 പോയിൻറ്റ്സ് ഒക്കെ എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. സോ നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നോക്കി വെക്കാം. സരോജിനി നായിഡു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നൈറ്റിംഗൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. നൈറ്റിംഗൽ എന്ന് പറഞ്ഞാൽ വാനമ്പാടി അല്ലേ. സോ നൈറ്റിംഗൽ എന്ന് പറഞ്ഞിട്ടുള്ള പേര് നമ്മുടെ സരോജിനി നായിഡുവിന് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? കാരണം ഗാന്ധിജിയാണ് ആക്ച്വലി നമ്മുടെ സരോജിനി നായിഡുവിനെ ഫസ്റ്റായിട്ട് നൈറ്റിംഗൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സോങ്സിൻ്റെ ആ ഒരു മെലഡി കാരണമാണ്. ഓക്കെ, ഒരുപാട് മെലഡി ഉണ്ടായിരുന്നു ആ ഒരു സോങ്സിൽ എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് എന്താക്കിയത്, ഗാന്ധിജി സരോജിനി നായിഡുവിനെ നൈറ്റിംഗൽ എന്ന് വിളിച്ചത്. ആൻഡ് സരോജിനി നായിഡു ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ ഒരു സപ്പോർട്ടർ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പോംസ് ഒക്കെ എഴുതുമ്പം അവരുടെ ഫേവറേറ്റ് തീംസ് എന്ന് പറയുന്നത് എന്താണ്, ലവ്, നേച്ചർ, ലൈഫ്, ഡെത്ത്, അതുപോലെ തന്നെ ഫോക്ക് തീംസൊക്കെയാണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള തീംസൊക്കെയാണ് അവർ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതും ഇൻക്ലൂഡ് ചെയ്തതും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ കോറമെൻ്റൽ ഫിഷേഴ്സും ഇതുപോലെ തന്നെ കേട്ടോ, നേച്ചറും ഒക്കെ കൂടെ ഇങ്ങനെ മിക്സായി കിടക്കുന്ന ഒരു പോമാണ്. സോ നമുക്ക് പോം നോക്കാം. ചെറിയ പോമാണ് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനത്തെ പോംസൊക്കെ പെട്ടെന്ന് ക്ലിയറാക്കി നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്രദേഴ്സ് റൈസ്, അതായത് സഹോദരന്മാരെ പെട്ടെന്ന് തന്നെ ഉണര് എന്ന് പറയണം. സോ രാവിലെ ആയിട്ടുണ്ട്. സോ ആ ഒരു പുലർച്ചെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്ന ഒരു ടൈമാണ്. സോ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പെട്ടെന്ന് എണീക്കെന്ന് പറയുന്നുണ്ട്. ആരാണ് എണീക്കാൻ പറയുന്നത് അതൊക്കെ നമുക്ക് നോക്കാം, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബ്രദേഴ്സ് റൈസ്, സഹോദരന്മാരെ പെട്ടെന്ന് എണീക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി പറയുന്നത് അവേക്കനിങ് സ്കൈ സ്പ്രെഡ് ദ മോർണിംഗ് ലൈറ്റ്, അതായത് നമ്മൾ ഈ ഉണർന്ന് വരുന്ന ആകാശമല്ലേ. ഇപ്പം രാവിലെ ആകുമ്പം എന്താ പറയുന്നത്, ഇവിടെ ഇപ്പോൾ സരോജിനി നായിഡു പറയുന്നത് ഈ ഒരു ആകാശവും എല്ലാം ഇങ്ങനെ ഉണർന്ന് വരികയാണ്. ഓക്കെ, സോ ഇവിടെ സ്കൈസ് ഇങ്ങനെ ഉണർന്ന് വരുന്നുണ്ട്. ആൻഡ് ദെൻ അവരെന്താ ചെയ്യുന്നത്, മോർണിംഗ് ലൈറ്റിനോട് പ്രേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പകൽ വെളിച്ചമുണ്ടല്ലോ, പകൽ വെളിച്ചത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എണീറ്റതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എല്ലാ എന്താ പറയുക, നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മോർണിംഗ് ആകുമ്പോൾ ഇങ്ങനെ ഉണർന്ന് വരുവാണ് എന്നുള്ളൊരു ഇതല്ലേ. ഈവൻ സ്കൈസ് പോലും ആ ഒരു മോർണിംഗ് സമയമാകുമ്പോൾ ഇങ്ങനെ ഉണർന്ന് വരുന്നു. ആൻഡ് അവർക്ക് സ്കൈസ് ആണല്ലോ, സോ ആ ഒരു സൂര്യന് കുതിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് വരുമല്ലേ, സൺലൈറ്റ്. സോ ആ ഒരു മോർണിംഗ് ലൈറ്റിനോട് അതിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് വിൻഡ് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ കയ്യിലാണ് ഉറങ്ങുന്നത്, ആരുടെ ആംസിലാണ് ഉറങ്ങുന്നത്, ഡൗണിൻ്റെ ആംസിലാണ് ഉറങ്ങുന്നത്. ഡൗൺ എന്ന് പറയുമ്പം ആ ഒരു പുലർച്ചെ എന്നിങ്ങനെ നേരം വെളുത്ത് വരുന്ന ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു ടൈമില്ലേ, അതിനെയാണ് നമ്മൾ ഡൗൺ എന്ന് പറയാം. സോ വിൻഡ് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഡൗണിൻ്റെ കയ്യിലാണ് ഉറങ്ങുന്നത്. ആൻഡ് ഉറങ്ങുന്ന ആ ഒരു അവസ്ഥേനെ ഒരു ചൈൽഡുമായിട്ടാണ് സരോജിനി നായിഡു കമ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ചൈൽഡ് എന്ന് പറയുമ്പം ഇങ്ങനെ രാത്രി മുഴുവൻ കരഞ്ഞ് ടയേർഡായി ഉറങ്ങുന്ന ഒരു ചൈൽഡ് അല്ലേ. രാത്രി ഇങ്ങനെ എന്തൊക്കെയോ കാരണം വെച്ചാൽ ഇങ്ങനെ കരഞ്ഞ് ടയേർഡായിട്ട് ആ കുട്ടി ഉറങ്ങാണ്. സോ ആ ഒരു കുട്ടീൻ്റെ അവസ്ഥ തന്നെ അതുപോലെയാണ് ഈ ഒരു വിൻഡും എന്താകുന്നത്, ഉറങ്ങുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് വിൻഡ് ആരുടെ കയ്യിലാണ് ഉറങ്ങുന്നത്, ആ ഒരു ഡൗണിൻ്റെ ആംസിലാണ് ഉറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ സ്കൈസൊക്കെ ഉണർന്ന് വന്നിട്ടുണ്ട്, പക്ഷേ വിൻഡ് ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡൗണിൻ്റെ കയ്യിലാണ് ഉറങ്ങുന്നത്. ഓക്കെ, പിന്നീട് പറയുന്നത് ലെറ്റ് us gather our nets from the shore and enter the boats. അപ്പോൾ നമുക്ക് എന്താക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ നെറ്റ്സൊക്കെ എന്താക്കാം, ഗ്യാദർ ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് എന്താക്കണം, എന്നിട്ട് നമുക്ക് എന്താണ്
ഈ ഒരു നെറ്റ്സൊക്കെ ഷോർ, അതായത് സീ ഷോർ കേട്ടോ, കടലിൻ്റെ ആ ഒരു സീ ഷോർ എന്ന് പറയില്ല, മണലുള്ള ആ ഒരു കടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മണലൊക്കെ ഉള്ള ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ ഷോർ എന്ന് പറയുക, സീ ഷോർ. സോ നമ്മുടെ നെറ്റ്സൊക്കെ നമുക്ക് ആ ഒരു സീ ഷോറിൽ നിന്നും എടുക്കാം, എന്നിട്ട് നമുക്ക് ബോട്ടിലേക്ക് കയറാം. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. അതെ, നമ്മുടെ മീനൊക്കെ പിടിക്കാനായിട്ട് പോകുന്ന മീൻകാരെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സോ അവരാണ് പറയുന്നത് എന്താണ്, ബ്രദേഴ്സ് ഉണര് എന്നൊക്കെ പറയുന്നത് അവരാണ്. സോ രാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് പോകുന്ന മീൻകാരുടെ ആ ഒരു ലൈഫാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വി ആർ going to catch the leaping world of the tide as we are the kings of the sea. അതായത് ഞങ്ങൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്, കടലിനകത്തുള്ള വെൽത്ത് അല്ലേ, കടലിലെ വെൽത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫിഷസ് അല്ലേ. സോ ഫിഷസ് ആണ് അവിടുത്തെ വെൽത്ത് എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത്. സോ ഞങ്ങൾ കടലിലെ വെൽത്ത് ശേഖരിക്കാനായിട്ട് പോവാണ്, കാരണം ഞങ്ങളാണ് കടലിൻ്റെ രാജാക്കന്മാർ അല്ലേ, കിങ്സ് അവരാണ്. ബിക്കോസ് കടൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാം, ഏറ്റവും കൂടുതലായിട്ട് തന്നെ കടലുമായിട്ട് കുറച്ചും കൂടെ ടൈറ്റ് റിലേഷൻഷിപ്പിലുള്ളത് ആരാണ്, ഫിഷർമാൻസ് ആണല്ലേ. സോ അവർ പറയുന്നത് അവരാണ് കടലിൻ്റെ രാജാക്കന്മാർ. അതുകൊണ്ട് അവരെന്താക്കാനായിട്ട് പോവാണ്, അവരുടെ വെൽത്ത്, കടലിൻ്റെ വെൽത്ത് അവരെന്താക്കാനായിട്ട് പോവാണ്, ശേഖരിക്കാനായിട്ട് പോവാണ്. പിന്നീട് പറയുന്നത് ഡോണ്ട് ഡിലേ, അതായത് നേരം വൈകല്ലേ, ഡിലേ ആവല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം, സീഗളിൻ്റെ കോള് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം എന്നാണ് പറയുന്നത്. അതായത് കടൽ കാക്കയുടെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അതിനെ ട്രാക്ക് ചെയ്തിട്ട് എന്താണ് നമുക്ക് കടലിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. സോ അവരുടെ വഴികാട്ടിയാണ് സീകൾ എന്ന് പറയുന്നത്. കടൽ നമ്മുടെ അമ്മയാണ്, അതുപോലെ തന്നെ സീ വേവ്സ് അല്ലേ, സീ വേവ്സ് നമ്മുടെ ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്താണ്, സീ ഗോഡിൻ്റെ കൈകളാണ്. അതായത് നമ്മളെ നയിക്കുന്നത് എന്താണ്, സീ ഗോഡിൻ്റെ കൈകളാണ് എന്നാണ് പറയുന്നത്. അതായത് കടൽ ദൈവത്തിൻ്റെ കൈകളല്ലേ. ആൻഡ് സീ ഗോഡ് സ്റ്റോമിനെയൊക്കെ അവരുടെ ഹെയറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോമിങ്ങിനൊക്കെ ആ ഒരു സീ ഗോഡിൻ്റെ ഹെയറിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു വെക്കും എന്നാണ് പറയുന്നത്. സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റല്ലേ. സോ ഇവരെ രക്ഷകനാണ്, ഇവരെ രക്ഷിക്കുന്ന ആരാണ്, സീ ഗോഡാണ് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ സീ ഗോഡിൻ്റെ ഹാർട്ടിൽ, ഹൃദയത്തിൽ അവരെ, അതായത് ഈ ഫിഷർമാൻസിനെ എന്താക്കും, സേഫ് ആക്കിയിട്ട് കീപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് കോക്കനട്ട് ഗ്രൂവിൻ്റെ ഷെയ്ഡ്, അതായത് ഈ തെങ്ങുംതോപ്പിലെ നിഴലുകളുണ്ടല്ലോ അതും, അതുപോലെ തന്നെ മാംഗോ ഗ്രൂവിൻ്റെ സെൻറ്റും. നമുക്കറിയാം ഒരുപാട് ഈ മാവൊക്കെ ഉള്ള സ്ഥലത്ത് മാങ്ങയുടെ സ്മെല്ല് നന്നായിട്ട് വരുമല്ലോ. സോ ആ ഒരു സ്മെല്ലും ആ ഒരു സെൻറ്റും വളരെ സ്വീറ്റാണെന്നാണ് പറയുന്നത്. സോ കോക്കനട്ട് ഗ്രൂവിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ മാംഗോ ഗ്രൂവിൻ്റെ സെൻറ്റും വളരെ സ്വീറ്റാണെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ സാൻഡ്സ്, മണൽ കാണാൻ നല്ല ഭംഗിയാണ് എപ്പോൾ, ഫുൾ മൂൺ ആവുന്ന സമയത്ത്. ആൻഡ് അതുപോലെ തന്നെ ചുറ്റിലും ഒരുപാട് സൗണ്ടുകളും ഉണ്ടാവും, അതായത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് സൗണ്ടുകളും ഉണ്ടാവും. ബേസിക്കലി ആ ഒരു നേച്ചറിൻ്റെ സൗണ്ടിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ അങ്ങനെ ചുറ്റിലും ഒരുപാട് ഇവർക്ക് ഇഷ്ടമുള്ള സൗണ്ടുകളും, കൂടാതെ ഫുൾ മൂണും കൂടെ ആവുന്ന സമയത്ത് ആ ഒരു സാൻഡ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് sweeter are the kiss of the spray and the dance of the wild foam in joy. അതായത് ഈ ഫുൾ മൂൺ ആവുന്ന സമയത്തും അതുപോലെ തന്നെ ചുറ്റിലും ഒരുപാട് സൗണ്ടൊക്കെ വരുന്ന സമയത്ത് സാൻഡ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി പറയുന്നത്. ഫിഷർമാൻസ് പറയുന്നത് എന്താണ്, ആ ഒരു പതയല്ലേ, കടലിലുണ്ടാവുന്ന പത ഇവരിങ്ങനെ കിസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. സോ അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു കടലിലെ പതകളുടെ കിസ്സസാണ് ഇവർക്ക് ഏറ്റവും സ്വീറ്ററായിട്ട് തോന്നുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യുന്ന എന്താണ്, വൈൽഡ്
ഫോമുകളും, അതായത് നുരകൾ അല്ലേ. സോ അതൊക്കെ കാണാനാണ് ഏറ്റവും സ്വീറ്റർ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ വൈൽഡ് ഫോമിൻ്റെ ആ ഒരു ഡാൻസ് അല്ലേ, വളരെ ജോയ്ഫുള്ളി ഡാൻസ് ചെയ്യുന്ന ആ ഒരു വൈൽഡ് ഫോമും അതുപോലെ തന്നെ കിസ് ഓഫ് ദ സ്പ്രേ, ആ ഒരു പതയുടെ ആ ഒരു കിസ്സസും ഒക്കെയാണ് ഇവർക്ക് ഏറ്റവും സ്വീറ്റായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് നമുക്ക് ഹൊറൈസൺ ലക്ഷ്യം വെച്ചിട്ട് നമ്മുടെ ബോട്ടുകൾ ഇങ്ങനെ റോ ചെയ്യാം എന്നാണ് പറയുന്നത്. ഹൊറൈസൺ എന്ന് പറയുമ്പം എർത്ത് സർഫേസും അതുപോലെ തന്നെ സ്കൈയും ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ലൈനില്ലേ, നമ്മളിപ്പോൾ ഈ പിന്നെ സീലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ദൂരത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ ആകാശവും ആ ഒരു കടലും ഇങ്ങനെ തട്ടി നിൽക്കുന്ന ഒരു ലൈന് കാണാം അല്ലേ. സോ അതിനെയാണ് ഇവിടെ ഹൊറൈസൺ എന്ന് പറയുന്നത്. ആൻഡ് ബോട്ട് റോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോട്ട് ഇങ്ങനെ തുഴയുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, സോ ഇത്രയാണ് കേട്ടോ ഈ ഒരു പോമിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസും ആണ്. അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് തന്നെയായിരിക്കും അത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ബെനിഫിറ്റായി തോന്നുവാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്ക്. സോ താങ്ക് യു.